ഹലോ, ഇന്ന് ഏട്ടൻ്റെ കല്യാണത്തിന് പോയ വിശേഷം കേൾക്കാട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. അത്രമാത്രം ഞാൻ ലേറ്റ് ആക്കിയിട്ടുള്ളൂ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എന്തായാലും കുഴപ്പമില്ല, വീഡിയോ കണ്ടേക്കാം അല്ലേ. ഇത് തലേ ദിവസത്തെ പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തലേ ദിവസം അങ്ങനെ വലിയ ആഘോഷമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുടുംബക്കാരും അത്യാവശ്യം കുറച്ച് വേണ്ടപ്പെട്ടവർ മാത്രമായിട്ട് ഒരു അടിച്ചുപൊളി പരിപാടിയായിരുന്നു അന്നത്തെ ദിവസം. അന്ന് തിരുവാതിര, ഒപ്പനയും ഡാൻസ് എന്തൊക്കെ അന്ന് ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല. അങ്ങനെ തലേ ദിവസത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു 10 മണിയാകുമ്പോഴേക്കും വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾ വണ്ടി കയറിയിരുന്ന് ഏകദേശം പോകാനുള്ള സെറ്റപ്പായി തുടങ്ങിയിട്ട് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ മേമ. അങ്ങനെ മേമയും കയറി. പിന്നെ മേമയും അമ്മായിയും കൂടിയിട്ട് അടിപൊളി ഡാൻസൊക്കെ ആയിരുന്നു. പൈതങ്ങളൊക്കെ അവരുടെ സിറ്റിംഗ് ആണെങ്കിലും ഈ ജനറേഷൻ അടിച്ച് പൊളിക്കായിരുന്നു അവിടെ നിന്നിട്ട്. അങ്ങനെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ എഴുത്തമ്മയുടെ വീട്ടിലെത്തിയിട്ട്, എഴുത്തമ്മയുടെ വീട് തവനൂരാണ്. ഇത് ഈ നടുവിൽ നിൽക്കുന്ന കക്ഷി ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ ജിമ്മേറ്റ് ആണ് കേട്ടോ. രമ്യേച്ചി എഴുത്തമ്മയുടെ വീടും ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള കണ്ടുമുട്ടലായിരുന്നു അവിടെ കേട്ടോ. പിന്നെ എഴുത്തമ്മയുടെ അനിയൻ വന്ന് ഏട്ടനെ സ്വീകരിച്ച് സ്റ്റേജിലിരുത്തി വരം വയ്ക്കുന്ന ചടങ്ങുകളൊക്കെ ആയിരുന്നു. അങ്ങനെ അതിൻ്റേതായ, അതായത് ആദ്യം ഏട്ടൻ വന്നു, പിന്നെ എഴുത്തമ്മ വന്നു, പിന്നെ അങ്ങനെയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നത്. എഴുത്തമ്മയുടെ പിന്നിൽ പോകുന്നത് ഏട്ടൻ്റെ പെങ്ങളാണ് വിനി. അങ്ങനെ കല്യാണ ചടങ്ങുകളൊക്കെ അതിൻ്റേതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ഒരു സ്റ്റേജിൻ്റെ സൈഡിലായത് കാരണം കൊണ്ട് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റി. സാധാരണയാണെങ്കിൽ ക്യാമറമാൻ്റെ ആണല്ലോ കാണാറുള്ളത് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ. ഇത് സൈഡിലായ കാരണം കൊണ്ട് ഏകദേശം നല്ല രീതിയിലൊക്കെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടോ. അങ്ങനെ താലികെട്ടൽ കഴിഞ്ഞ് സിന്ദൂരം തൊട്ട് മാലയിട്ട് ചടങ്ങുകളൊക്കെ നല്ല ഭംഗിയായി കഴിഞ്ഞു കേട്ടോ. അതേസമയം ഞങ്ങൾ അവിടെ ഇരുന്ന് ചൂടെടുത്ത് പുഴുകുമായിരുന്നു കേട്ടോ. കാരണം ഏപ്രിൽ 24 നല്ല ചൂടുള്ള സമയത്തായിരുന്നു കല്യാണം നടന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു വീഡിയോ ഇടാൻ ഞാൻ ലേറ്റായി പോയി എന്നുള്ളത് കേട്ടോ. പിന്നെ വീടിൻ്റെ പുറത്തും, അതായത് ഫ്രണ്ടിൽ നല്ല വിശാലമായ പാടമായിരുന്നു. അപ്പോൾ അവിടെ വന്നിരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് പിന്നെ നേരെ സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. എന്തൊക്കെ ചൂടായാലും എന്തൊക്കെ പ്രശ്നം വന്നാലും തീറ്റ മുഖ്യമെന്നാണല്ലോ. കല്യാണ സദ്യ ആണെങ്കിൽ പറയും വേണ്ട. ചൂടിൻ്റെ ആഘാതം കൊണ്ടാണോ വിശപ്പിൻ്റെ ആഘാതം കൊണ്ടാണോ എന്നറിയില്ല, ആദ്യം വരുന്ന വിഭവങ്ങളൊക്കെ ഓരോന്നും വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. പിന്നെ ചോറും സാമ്പാറും പപ്പടെങ്കിലും വരുന്നത് വീഡിയോ എടുത്തില്ലെങ്കിൽ മോശമല്ലേ. പിന്നെ ഞാൻ തിന്നണതും കൂടി കാണിക്കാം. അങ്ങനെ അതെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. അടാറ് സദ്യയൊക്കെ കഴിച്ച് ഏലക്ക മടക്കി നീണ്ടൊരു ഏമ്പക്കം വിട്ടപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. നാട്ടിലെ പിള്ളേർ സെറ്റ് ഏട്ടനെ എഴുത്തമ്മയ്ക്ക് വേണ്ടിയിട്ട് അടാറൊരു സ്വീകരണം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രാജാവും രാജ്ഞിയായി നടന്ന് നീങ്ങി വീട്ടിലെത്തിയിട്ടോ. പിന്നെ വൈകിട്ട് റിസപ്ഷൻ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എത്താത്തിരി ലേറ്റായി. കേക്ക് മുറിക്കലൊക്കെ ആകുമ്പോഴേ ഞങ്ങളെത്തി. പിന്നെ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.